അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പ്രത്യക്ഷയായിരിക്കുകയാണ്. സോ റീസെൻ്റ്ലി ഞങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ പാസ്സായിരിക്കുന്നു ഗൈസ്. ഇയേഴ്സ്. സോ അതുകൊണ്ട് 4th ഇയർ ആയതുകൊണ്ടുള്ള ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ നടന്നു. വി ഷിഫ്റ്റ് അവർ ഓൾഡ് ഹൗസ്. പിന്നെ എന്താ ഇനി പുതിയ വീട് തപ്പി പിടിക്കണം. അതുവരെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇതിനിടയിൽ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും ഒരു സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് റീസെൻ്റ്ലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. കുറച്ച് പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഓക്കെ. സോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പഴയ വീടൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്ന് ഇറക്കി, പിന്നെ കുറച്ച് ഷോപ്പിങ്, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ലൊട്ടിലൊടക്ക് പരിപാടികൾക്കുമായിട്ട് ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ അത്ര ചൂട്. സോ ഞങ്ങളിങ്ങനെ റെഡി ആവുകയാണ്. ഞാൻ റെഡിയായി ഗൈസ്. ബട്ട് ചിലർക്ക് പുട്ടിയടിക്കാനുള്ള സമയം കൂടുതലായതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിതെല്ലാം കാണിക്കുന്നതാണ്. സോ അറ്റ് ലാസ്റ്റ് വി റീച്ച്ഡ് ഗൈസ്. ബട്ട് ഒരുപാട് സമയമെടുത്ത്. ലൈക്ക് ബസ്സിൽ നല്ല ചൂടായിരുന്നു. അപ്പോഴത്തേക്ക് അയാളെ AC ഒന്നും ഓണാക്കിയില്ല. ഞാൻ പക്ഷെ ഉറങ്ങിപ്പോയി. എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. മന്തി എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഉറങ്ങി. പക്ഷേ ഇത് റീൽസ് സ്കോർ ചെയ്തിരുന്നു. ബിക്കമിങ് എ വൈറ്റ് വുമൺ. ഇന്നത്തെ ടെമ്പറേച്ചർ ഐ തിങ്ക് 34, ബട്ട് ഒരു 37 ഒക്കെ ഫീൽ ആവും. നമുക്ക് തോന്നും 37 നമ്മളെ ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ സീൻ. പക്ഷേ നമ്മളൊരു ഭയങ്കര കോൾഡ് ക്ലൈമറ്റ് ജീവിച്ചിട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഭയങ്കര പാടായിരിക്കും. പെട്ടെന്ന് നമ്മൾ ക്ഷീണം വരുന്ന പോലെ തോന്നും. എനിക്കാണെങ്കിൽ ഉറക്കം വരും. അങ്ങനെയൊക്കെ. സോ ഞങ്ങളിപ്പം ഞങ്ങളുടെ പഴയ വീടിൻ്റെ സ്ഥലത്തൊക്കെ വന്നിരിക്കുകയാണ്. നല്ല ഏരിയ ആയിരുന്നു ഗൈസ്. സൂപ്പർ ഏരിയ. ഇതാണ് നിങ്ങൾ കാണുന്നതാണ് ദിഗോമി ഫോറസ്റ്റ്. അതിൻ്റെ അകത്ത് ദിഗോമി ഫോറസ്റ്റ് വരുന്നത്. ജസ്റ്റ് ഒരു കാട്, കാം പ്ലേസ് ആണ്. ലൈക്ക് ഭയങ്കര പീസ്ഫുൾ ആണ് ഈ സ്ഥലം. ഇവിടെ ഇവിടെ ഉള്ള അപ്പൂപ്പന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം സോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു റഷ്യയുടെ എന്തോ പറ്റി നശിച്ചു പോയതുപോലെ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഒരു ഗുഡ് ടൈംസ്. ഈ ജിമ്മിൽ പോകണമെന്നും പറഞ്ഞ് ഒരു 500 വട്ടം ഞങ്ങളോട് വന്നിട്ട് തിരിച്ചു പോയ ടീംസാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പ്ലാൻ ഇടും. ഈ ജിമ്മിൽ വരണം, വർക്കൗട്ട് ചെയ്യണം, സെറ്റാവണം, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. സോ എന്ത് ഭയങ്കര അകത്തെ ഇൻറ്റീരിയർ ഓക്കെയാണ്. ഇവിടുത്തെ മോസ്റ്റ്ലി അപ്പാർട്ട്മെൻറ്റ്സിലും ഇൻറ്റീരിയറാണ് ബെസ്റ്റ്. എക്സ്റ്റീരിയർ അങ്ങനെ വലിയ ഇതില്ല. അത് ഭയങ്കര പോർഷ് അപ്പാർട്ട്മെൻറ്റ്സിൽ എക്സ്റ്റീരിയർ സെറ്റായിരിക്കും. ഇവിടെ ആയിരുന്നു ആക്ച്വലി ഞങ്ങൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോവാണ്. 2022 ഫസ്റ്റ് ജോർജ് വന്നു. ബട്ട് ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് അല്ല ഞങ്ങളുടേത്. ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് വാസ് ഇൻ ദിഗോമി ആണ്, ബട്ട് നോട്ട് ഇൻ എക്സാക്ട്ലി ലുബ്ലിയാനി ദുബൈ. അപ്പം അവിടെ പക്ഷേ 3 to 6 months മോസ്റ്റ്ലി ഞങ്ങളൊരു വീട്ടിൽ താമസിച്ച് കാണും. ദെൻ 2 years, എക്സാക്ട്ലി 2 years ഓർ മോർ ദാൻ 2 years താമസിച്ച വീടാണിത്. സോ എനിക്ക് ആ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. വിഷമം മീൻസ് ഇപ്പം ഞാൻ ഫസ്റ്റ് ജോർജ് വന്ന സമയത്ത് വന്ന വീടായിരുന്നു അത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇമോഷണലി ആ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ ഞങ്ങൾ 4 പേരാണെങ്കിലും നമ്മുടെ എല്ലാ ബർത്ത്ഡേസും ഈ 2 വർഷത്തെ എല്ലാ ബർത്ത്ഡേസും എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത വീടാണത്. അപ്പോൾ പിന്നെ നമ്മൾ 2 വർഷം എന്ന് പറയുമ്പോഴേക്കും നിസ്സാരമല്ലല്ലോ. അപ്പോൾ നമ്മൾ 4 പേരായിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും അത് നമുക്ക് ആ വീടിനോട് ശരിക്കുണ്ട്. പിന്നെ പ്ലേസ് ആണെങ്കിലും കൊള്ളാം. പിന്നെന്ന് വെച്ചാൽ എന്താ കുറച്ച് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്.
അതുകൊണ്ട് എനിക്ക് ആ വീടിനോട് ഭയങ്കരമായിട്ടൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ പിന്നെ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കോളേജിൽ പോയിട്ട് പെട്ടെന്ന് വരുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇനി നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് ഇത് നമ്മുടെ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അങ്ങോട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനൊരു വിഷമമുണ്ട്. കാരണം പുതിയ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ കുഴപ്പമില്ല, ഈ പുതിയ വീടും ഇമോഷണലി അറ്റാച്ച്ഡ് ആകും. പൊതുവെ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ വീടിനോട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സാക്ട്ലി 2 years, മോർ ദാൻ 2 years താമസിച്ച ഒരു വീടാണ് ഇവിടെ ദീദുബൈ. സോ ഇറ്റ്സ് സംവാട്ട് എവിടേക്കോ സെൻറ്റിമെൻ്റൽ ഒരു ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്. പിന്നെ മോസ്റ്റ് ഫോൺ മെമ്മറീസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഈ വീട്ടിലാന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആര്യാസ് ബർത്ത്ഡേ, ആര്യയുടെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ, അപർണയുടെ ബർത്ത്ഡേ, അഭിഷയുടെ ബർത്ത്ഡേ, സോ എല്ലാവരുടെ ബർത്ത്ഡേ ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എല്ലാം ഒരു ലൈക്ക് നല്ലൊരു മെമ്മറീസ് ഉള്ള ഫൺ, ഫൈറ്റ്, എല്ലാം ഒരു മിക്സ്ഡ് മസാല പോലത്തെ ഒരു വീടായിരുന്നു. സോ മിസ് ചെയ്യുന്നുണ്ട്. ഗൈസ്, നമ്മള് അപ്പോൾ എന്താ ഈ വീട് വിട്ട് പോകുന്നത് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ നമ്മൾ ആ സ്റ്റേ ചെയ്യുന്ന വീട്ടിൽ ഒരുപാട് മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പാടായിരിക്കും. നമ്മളിവിടെ ജോർജിയ വന്ന ശേഷം ഞങ്ങൾ കുറേ വീട്ടിലെ ഫ്രണ്ട്സിനോടൊക്കെയാണ് നിന്നിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ പണ്ട് മുതലേ പ്ലാൻ ചെയ്ത 4 പേര് ഒന്നിച്ച് നിന്നൊരു വീടാണിത്. സോ ഞങ്ങളുടെ ഇടയിലുള്ള ഓരോ പ്രോബ്ലംസും ഞങ്ങളെ ഓരോരോ പൊട്ടത്തരങ്ങളും പിന്നെ എന്താ ഒരുപാട് കുക്കിംഗ് എക്സ്പീരിയൻസും കുക്കിംഗ് എക്സ്പെരിമെൻസും എല്ലാം നടന്ന് പിന്നെ ഒരുപാട് കരഞ്ഞ് അടിയുണ്ടാക്കി കുറേ നിലവിളിച്ച് പോകുമ്പോൾ എന്തോ ഒരു ഫീൽ, കരച്ചിൽ അത്ര ഇമോഷണൽ അല്ല, പക്ഷെ എന്നാലും എവിടേക്കോ കണക്റ്റഡ് ആണ് ഇവിടെ. ആ വീടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് ഇമോഷണലി കുറേ അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം നല്ല നല്ല കുറേ മെമ്മറീസ് 2 വർഷം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടേ, അതൊരു കുറഞ്ഞ സമയമല്ലല്ലോ. 2 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മളെ നല്ല മൊമെന്റ്സ്, മെമ്മറീസ്, സെലിബ്രേഷൻസ് എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ ആ ഏരിയ ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് അങ്ങനെ ആളും ബഹളമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെതായിട്ടൊരു പ്രത്യേക ഇഷ്ടം. പിന്നെ എല്ലാം ആക്സസിബിൾ ആയിരുന്നു, അടുത്തടുത്ത് തന്നെ എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നല്ലൊരു സ്ഥലമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഞങ്ങൾ ജോർജിയ വന്നിട്ട് 3 years കടന്നു പോയപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ലൈഫ് സ്പെൻഡ് ചെയ്തൊരു മൊമെന്റ് ഇവിടെയായിരുന്നു. സോ അതൊക്കെ വിട്ടു പോകുമ്പോൾ ഒരു ചെറിയൊരു ഉണ്ട്. എങ്കിലും നമ്മൾ ലൈഫ് ഹാവ്സ് ടു ബി മൂവ് ഓൺ എന്നല്ലേ. പക്ഷെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ എടുക്കും, അവിടെ ഇങ്ങനെ തന്നെയായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു. കുറച്ചൊരു നാട്ടിൽ പോകുന്നുണ്ട്, അപ്പം അവരൊക്കെ വന്നതിന് ശേഷം അതൊക്കെ നടക്കത്തുള്ളൂ. സോ ആഫ്റ്റർ ഒരു വലിയൊരു ഞങ്ങൾ കണ്ടൊരു സ്വപ്നത്തിലെ വലിയൊരു പാർട്ടായിരുന്നു ഈ വീട്.